ഇത് പ്രശ്നം. ഇപ്പൊ നീ അതിനകത്ത് നോക്കി വായിക്കണേ. അതെന്റെ അടുത്ത് ഇല്ലല്ലോ, അതെനിക്ക് ഹലോ സാറേ, ഹലോ. ഓ പറ പറ പറ. ആ സാറേ, ഒരു പീഡിയിലോട്ട് ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടെന്നെ. സാറിന്റെ പേര്? സാറേ എന്റെ പേര് ജർമ്മൻ കണ്ണാപ്പി. സുഹൃത്തെ ഹലോ ഹലോ. ഓ എന്താണ് സാറേ? ഈ വണ്ടി ഒന്ന് അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാവോ? ഒരു ഫ്യൂച്ചർ ഓഫീസറിന്റെ അടുത്താണോ സാറേ പറയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. നമുക്ക് തീരുമാനിക്കാമല്ലോ സാറേ. സാർ വണ്ടി പാർക്ക് ചെയ്യാം. അയ്യോ കുടിഞ്ഞോണേ ഇടി പൊട്ടിച്ചോണേനൊക്കെ പോലീസാണ് നോക്കി. വന്നപ്പം തന്നെ അവ്വാനോ നോക്കി എറിഞ്ഞിട്ട് ഇവനെയൊക്കെ. ആ ഹലോ സാറേ, ഹലോ. പേരെന്താണ്? പേരെന്താണ്? പേര് ജർമ്മൻ കണ്ണാപ്പി. ഇത് പീഡിയാണോ സർക്കസ് ആണോ ഇവിടെ ഈ കോലം കെട്ടി വരെ? അല്ല, ഇതേ ഞാൻ ജനിച്ചപ്പോ ഇങ്ങനെ ഈ മുഖത്തുള്ള കഴുകി കളഞ്ഞിട്ട് ആദ്യം എന്നിട്ടല്ലേ വീഡിയോ? ഇല്ല സാറേ, ഞാൻ ഇങ്ങനെയാണ് ജനിച്ചപ്പം. ഇതിപ്പോ തന്തേ മാറ്റണോന്നൊക്കെ പറയുന്ന കണക്കാണ് സാർ ഇപ്പൊ വന്ന് പറഞ്ഞത്. തന്തേ മാറ്റണമെന്നല്ല, ഞാൻ ഫേസ് മാറ്റണമെന്നല്ലോ സാറേ. ഇപ്പൊ സാറേ ഇത് കോമാളിത്തരല്ലേ? ഞാനിപ്പോ ജനിച്ചപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും സാറേ? സാർ ഇപ്പൊ മറ്റേ ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമിനെ ഒരു പൊട്ടനെ കണക്കായിരിക്കുന്നത്. സാർ ഈ പൊട്ടൻ വേഷം മാറ്റിട്ട് ഒരു DGP സാർ ഇവിടെ ഇന്റർവ്യൂക്ക് വരുമ്പോ പറയാനാണെങ്കിൽ സാർ എന്ത് ചെയ്യും? അപ്പൊ സാർ എന്താ കൊറോണ ബാച്ച് ആയിരുന്നു? എങ്ങനെ പാസ്സായി സാറ്? സാറിന് ഒരുപാട് റേസിസം പറയുന്ന കണക്ക്. സാറേ ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ സർക്കസിലെ ക്ലൗൺസിനെ. സാറേ ഇവിടെ ക്ലൗൺ അല്ല, ഇവിടെ മേക്കപ്പ് ഇട്ടവരൊക്കെ ക്ലൗൺ ആവോ സാറേ? ഈ കോലത്തിൽ നടക്കണമാരെല്ലാരും ക്ലൗൺ എന്നാണ് സാറേ വിളിക്കുക. ആ അപ്പൊ സാറിന് ബുദ്ധിയില്ല, തലയ്ക്ക് സ്ഥിരത എന്തുകൊണ്ട് സാറേ? അതുകൊണ്ടാണ് സാറിന് ചുമ്മാ സാറിന് മറ്റേ ഫ്രണ്ട്സിലെ ജയറാമിനെ കണക്ക് ഇരിക്കുന്നത്. അതേ കണക്കുണ്ട് കേട്ടോ. ഒരു പൊട്ടം വേഷം ഉണ്ട്, പൊട്ടം വേഷം. സാർ ഇങ്ങനെ റേസിസ്റ്റ് ആയിരുന്നു പറയരുത്. ഒരാൾ കറുത്തിട്ടുള്ളതാണ് കണ്ണാപ്പി, ഒരാൾ മറ്റേ മുഖത്ത് മേക്കപ്പ് ഇട്ടാണ് ക്ലൗൺ. ഇങ്ങനെയുള്ളവനൊക്കെയാണ് മറ്റേ നാടിന് ശാപം എന്ന് പറയുന്നത്. അവനെയൊക്കെ പിടിച്ച് പീഡിന്. എനിക്ക് പീഡിയും കോപ്പൊന്നും വേണ്ട. നീ മറ്റേ പാന്റിന്റെ ഉള്ളിൽ ഇട്ടോണ്ടിരി പീഡി കേട്ടോടാ. മോനെ വാ സംസാരിക്കാം, വാടാ. ആർക്കൊക്കെ അറിയണ്ട, വാ മുമ്പോട്ട് നീങ്ങുക. നീ മറ്റേ കഫ് ചെയ്താലും മുമ്പോട്ട് നീങ്ങുക. വാലും ചുരുട്ടി വാ. ഇങ്ങനെ 3 പട്ടികൾ, വാലാട്ടി പട്ടികൾ വരുന്ന പോലെ വാടാ പട്ടികൾ വാ. ഓ ഇതാ പുൽപ്പട്ടിയാടാ, താടി വെച്ച പുൽപ്പട്ടി. താടി വെച്ച പുൽപ്പട്ടി വാടാ. പോമറേന് കറക്റ്റ്. അങ്ങനെ തന്നെ പോമറേനും പട്ടി. നീയാണ് പോമറേനെ പറ്റി, എക്സാക്ട് പോമറേനെ പറ്റി. നീ പോയിട്ട് നേരെ റോംസാർ റോക്സിനെ പോയി കുനിഞ്ഞേക്ക് പട്ടിയായിട്ട് കേട്ടാ. നീ പോയിട്ട് റോംസാർ റോക്സിൽ പോയി കുനിഞ്ഞേക്ക് പട്ടിയായിട്ട്. അല്ല ചുറ്റിന് 5 പോലീസ് ഓഫീസറുണ്ട്. 5 പേരെ കൊട്ടമായിട്ടോണ്ടിരിക്കെ. നിനക്ക് പറ്റിയ പണി 5 പോലീസ് ഓഫീസറെ മറ്റേ ചുറ്റിനും കടന്ന് ഫ്രണ്ട്സിനെ ചേരാമേ പൊട്ടം കിഴക്കേ. എടാ നീ കൊണ്ടുപോ, നീ മറ്റേ ഇങ്ങോട്ട് കൊണ്ടുപോ. ബ്രോ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറയുമ്പോ പോടാ പോയി കൊട്ടമായിട്ടുണ്ടാ. അല്ലെങ്കിൽ മറ്റേ ഉത്സവത്തിന് മറ്റേ അമ്മാന്റെ കൊട്ട കഴിച്ചെന്ന് പറഞ്ഞ് നിന്നെ മറ്റേ പണ്ട് പീടി പിടിച്ചിട്ടാണല്ലോടാ കൊട്ടക്കള്ള. അയ്യേ തീട്ടക്കണ്ടികള്. അയ്യേ സാറേ പീടി വരുന്നേ. മറ്റേ പൊട്ട ഫ്രണ്ട്സിനെ ചേരാമേടാ പൊട്ടാടാ. വാ നീങ്ങി വാടാ ഫ്രണ്ട്സിനെ ചേരാമേ പൊട്ടക്കിറങ്ങി വാടാ. ബ്രോ പീഡിയാണോ? മര്യാദയ്ക്ക് ഒരാൾ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ട്, ഇവൻ ഇട്ട് കൊടുക്കുന്ന കേട്ടോ പൊട്ടക്കിഴക്കേ. ബ്രോ ക്ലൗൺ ആണെങ്കിലും എന്ത് വേഷത്തിൽ വന്നാലും മര്യാദ ഭാഷ പറയണം. ബ്രോ ഇത് പോയി ഇങ്ങനെ പീഡി വരാൻ പറ്റില്ല, മാറ്റിട്ട് വന്ന്. അല്ല ക്ലൗൺ മറ്റേ തക്കടിക്കാൻ ബ്രോ മര്യാദയ്ക്ക് സംസാരിക്കണം. അല്ല മൂഞ്ചിത്തരം സംസാരിച്ചിട്ട് നീ കിടന്ന് മറ്റേ കോണത്തിലെ വർത്താനം പറയല പീഡി. നീ ആര് DGP? നീ ഒന്ന് പോടാ. അവന്റെ കോണത്തിലെ വർത്താനം. നീ DGP ആണെങ്കിലും നീ മറ്റേ എന്ത് കോപ്പിലാണെങ്കിലും എനിക്കൊരു കോപ്പും ഇല്ല. നീയൊക്കെ ഒരു 10 പേരെ കൂടെ എക്സ്ട്രാ വിളി. ബ്രോ ഞാൻ ഇവനടുത്ത് ഒരാള് പീഡി വന്ന് ഇന്റർവ്യൂക്ക് സംസാരിക്കും, മര്യാദയ്ക്ക് സംസാരിക്കണം. പോടാ നിന്റെ ആര് സംസാരിച്ചു? പോടാ ഇറങ്ങി ഇവൻ മാനോടാണ് സംസാരിച്ചേ. എടാ നീ ഒന്ന് പോടാ. നിന്റെ അടുത്ത് ആര് സംസാരിച്ചടാ പേട്ടണ്ടി? നീ എന്തിനാണ് സംസാരിക്കുന്നേ? നീ പോയിട്ട് കാളയുടെ പാല് വല്ലതും കുടിക്കാൻ നോക്ക്. കറന്ന് കുടിക്കാൻ നോക്ക് കേട്ടോ. അല്ലെങ്കിൽ നീ നിനക്ക് പറ്റിയ പണി എന്ന് പറഞ്ഞാ അണ്ണാന്റെ കൊട്ട ഉണ്ടല്ലോ, അണ്ണാന്റെ കൊട്ട വായിട്ടോണ്ടിരിക്കലാണ് നിന്റെ പറ്റിയ പണി. നിന്റെ മോന്ത കണ്ണ അറിയാൻ പറ്റും അണ്ണാൻ കൊട്ട വായിടുന്നതിനകത്ത്.
പോടാ മീൻകൊട്ട കടിച്ചോണ്ട് പോയനെ മറ്റേ പോലീസ് സ്റ്റേഷൻ കിടന്നവനെ പോടാ മീൻകൊട്ട കടിച്ചോണ്ട് പോയനെ അവൻ വന്നേക്കുന്ന അവന്റെ എടാ പോടാ എടാ കരയുന്നതിന്റെ കാര്യം പറഞ്ഞ പിന്നെ നിന്നെ കുറിച്ച് കാര്യം പറഞ്ഞ എടാ മീൻകൊട്ട കടിച്ചതിന് നിന്നെ മറ്റേ എടുത്തോണ്ട് പോയല്ലേ എടാ പോളാ തീറ്റക്കണ്ടി ഇറങ്ങി പോളാ തീറ്റക്കണ്ടി അവന്റെ ഒക്കെ പീടി എടാ ഇതൊക്കെ പീടിയാണോ മറ്റേ കൊണയടിക്കുന്നവനാ ഞാൻ ചോറായിരുന്ന അല്ല നിന്നെ പോലെ മറ്റേ കാളപ്പാൽ കുടിക്കുന്നവനല്ലേ നിന്നെ പോലെ ഞാൻ ചോറ് എന്നാണ് വളർന്നത് അല്ല നിന്നെ പോലെ കാളപ്പാലും കുടിച്ചല്ല വളർന്നത് കേട്ടോടാ അവനാകെ ഒരു ഡയലോഗും പഠിച്ചോണ്ടാ വന്നത് ഇത് എനിക്ക് അറിഞ്ഞൂടാ ഇത് നാട് മൊത്തം ചുറ്റിക്കാണോ പലേറ്റ പീടിയിലോട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ പലേറ്റ പീടിയാട്ട ഇത് ഇമാർക്ക് ആ പീടിയിട്ടുണ്ടാക്കാൻ പറ്റൂലേ ഇതാണ് ഈ മേക്കപ്പ് മനുഷ്യൻ. ഹലോ കേക്കാവോ ഹലോ 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 കേക്കാവോ ഹലോ പോമറേനിയൻ പട്ടി കേക്കാവോ ഹലോ പോമറേനിയൻ പട്ടി കേക്കാവോ ഹലോ അവന് കേട്ടൂടാ സാർ കോസ്റ്റ്യൂം കൊള്ളാൻ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് കത്തുന്നുണ്ട്. അടുത്ത EMS-നാണ് എന്റെ പൊന്ന് സാറേ. ഞാനോട്ടെ സാറേ മാനുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്നെ ഇവിടെ കൊണ്ടുവരുത്തിട്ട് കോമാളി എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ പിന്നെ മാനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാലേ സാറേ എന്റെ പേര് മദർ തെരേസ എന്നല്ല. അതിനിപ്പോ എനിക്കെന്താണോ സാറിന് വരുന്ന പുൽപ്പട്ടി സാറേ മര്യാദയ്ക്ക് സംസാരിക്കാ. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിച്ചാലേ സാറേ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാ. എനിക്കതില്ല സാറേ, എനിക്കതില്ല സാറേ. സാറേ എനിക്ക് തന്നാലേ തിരിച്ചു തരാൻ പറ്റൂ. എനിക്കത് അല്ല പറ്റൂല. അല്ല എനിക്ക് ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റൂ. എനിക്ക് ഇങ്ങനെ വിളിക്കാനേ പറ്റൂ സാറേ. പവറേനും പട്ടിയും വരുന്നു, പുൽപ്പട്ടിയും വരുന്നു, പുൽപ്പട്ടിയും വരുന്നു, പവറേനും പത്തിയും പുറകെ ഒരു കൂത്തിപ്പട്ടിയും കൂടെ നടന്നു വരുന്നു. ഇപ്പൊ 3 കുത്തിപ്പട്ടി ഇല്ലാത്ത കോലായിട്ട് വരുന്നു. കൊള്ളാം. കൂത്തിപ്പട്ടിക്ക് ബുദ്ധി ഇല്ലെന്ന് അവൻ വീണ്ടും തെളിയിച്ചു. അത് കൊള്ളാം. ആ മൂവ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കൂത്തിപ്പട്ടി. ഓക്കെ അടുത്ത പോമറേനും പട്ടി വരട്ടെ. പോമറേന് താടി വെച്ച പോമറേനും പട്ടി വരുന്നു. പുൽപ്പട്ടി അടിച്ചിരിക്കുന്നു. എന്നെ പുൽപ്പട്ടി അടിച്ചു. പോമറേനും പട്ടിക്ക് ഉന്നമില്ല. പട്ടിയുടെ അതേ സമയം തന്നെ ഇവന്മാരെല്ലാം മണ്ടന്മാരാ തമ്മി തല്ലുന്ന്. പട്ടിയുടെ അതേ തൊഴിൽ തന്നെ, നാടൻ പട്ടികളുടെ അതേ തൊഴിൽ തന്നെ, തമ്മി തല്ലുന്ന്. ബാസ് വിഷയം അത് എന്തായാലും വിഷയമായിരുന്നു സാറേ, എന്തായാലും വിഷയമായിരുന്നു. സാറേ കേക്കാവോ? എങ്ങനെയുണ്ട് സഹോദര? ഒരു പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല സാറേ, എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ല. ഇതില് ഹയർ ആയിട്ടുള്ള ഓഫീസർ ആരാണ് ഇതിവിടെ ഇപ്പൊ ഉള്ളതില്? ഞാനുണ്ട്. സാർ ഒന്ന് സെല്ലോട്ട് ആക്കിയിട്ട് സാർ സംസാരിക്കാൻ വരുമോ? ജസ്റ്റ്. പിന്നെന്താ? ഓക്കെ സാറേ ഒന്ന് വാ. കൊണ്ടുപോ സാറേ. ഓക്കെ സാറേ. സാറേ ഞാനിവിടെ കുറച്ചു മുമ്പേ മറ്റേ ആപ്ലിക്കേഷനെ കൊടുത്തിട്ട് വന്നിരിക്കുക PD കയറാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് PD വന്നിട്ട് ഞാൻ ചോദിച്ചു സാറേ PDയിൽ ആപ്ലിക്കേഷൻ എടുക്കാൻ വന്നതാണ്, എനിക്ക് ഇന്ന പോലെ ഇതുപോലെ എന്നെ വിളിച്ചായിരുന്നു, PDയിലോട്ട് വരാൻ വിളിപ്പിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഇന്റർവ്യൂക്ക് ആപ്ലിക്കേഷൻ എടുക്കാനാന്ന് പറഞ്ഞു. സാറേ ഞാൻ അങ്ങനെ വന്ന് അവിടെ ഒന്ന് സംസാരിച്ച് അപ്പൊ അവർ പറഞ്ഞു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പുറത്തെ വർക്ക് ചെയ്യാം, അപ്പൊ പാർക്ക് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി സാറേ എന്ന് പറഞ്ഞ വണ്ടി എടുത്ത് ഞാൻ പുറകോട്ട് പോയിട്ട് പാർക്ക് ഇട്ടിട്ട് വന്ന്. ഞാൻ അവിടെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് സാറേ ഇപ്പം ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരു മര്യാദ ഉണ്ട് സാറേ. വന്ന് നിന്നിട്ട് പറയാണ് മറ്റേ ഇവിടെ കോമാളികളെ എടുക്കത്തില്ല, മറ്റേ കോമാളി വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ മനസ്സിലായി ഒരുമാതിരി ഇട്ടങ്ങ് മറ്റേ റേസിസ്റ്റ് കണക്കാണ് സാറ് സംസാരിച്ചേ. അപ്പൊ ഞാൻ കുറച്ച് മാനുമായിട്ട് സംസാരിച്ചു. പക്ഷെ പിന്നെ എല്ലാവരും കൂടെ മറ്റേ കോമാളികൾക്ക് പറ്റിയല്ല PD സാർ പോയി ഇതാക്കി ഇട്ടുക. ഞാൻ അപ്പൊ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു സാറേ കോമാളി അല്ല സാറേ, ഇന്ന പോലെ അല്ലെങ്കിൽ ഞാൻ ജനിച്ചപ്പം തൊട്ട് ഇങ്ങനെയാണ്, എനിക്കിതിപ്പോ മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് PDയിൽ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാം.
ഇരുന്ന് ഇങ്ങനെ ഈ കോമാളി മനസ്സിലായോ? കുറെ വട്ടം മേക്കപ്പ് ഇട്ട് വന്നത് അങ്ങനെ കുറെ വട്ടം മറ്റേ റേസിസം കണക്ക് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് പൊട്ടി. ഞാൻ അവിടെ ഇന്ന് മറ്റേ ലൈക്ക് എനിക്ക് ട്രിഗർ വന്നു സാറേ. അപ്പോഴത്തേക്ക് ഞാൻ അതനുസരിച്ച് സംസാരിച്ചാണ്. മറ്റേ ഇത് സർക്കസ് അല്ല, ഇത് പീഡിയാണ്, നിന്നെ പോലുള്ളവന്മാർക്കൊന്നും ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാർ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ ഒരു മര്യാദ ഉണ്ടായി സാറേ. ആ മര്യാദ ബേസിക് മര്യാദ കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ അവിടെ കിടന്ന് അതുപോലെ അവരുടെ അടുത്ത് പറഞ്ഞത്. സാറേ ഇത്ര ഉള്ളു സംഭവം. പിന്നെ ബാക്കി അറിയാലോ സാറിന്, ബാക്കി സിറ്റുവേഷൻ അറിയാലോ, അവര് ഇവിടം വരെ വന്നത്. എന്നിട്ട് സാറേ ഇത്ര മ്യൂട്ട് ചെയ്ത് മേളി വരെ ഈ പലറ്റ പീഡി വന്ന് നിന്നിട്ട് ഒരു EMS നിന്നിട്ട് ഇത് ആരെന്ന് ചോദിച്ചപ്പോ ഇത് കോമാളി എന്ന് വെച്ചാൽ ഒരുമാതിരി മറ്റേ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് അപ്പോഴും ഞാൻ ഇവിടെ വെച്ച് ഞാൻ പലറ്റും എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഇനി വേണ്ട നിർത്താന്നുള്ള ഇത് പറഞ്ഞു. അപ്പൊ EMS വന്നിട്ട് വീണ്ടും ഇവന്മാര് മറ്റേ ബോഡി ഷേമിങ് കണക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും തുടങ്ങി സാറേ. അത്രേ ഉള്ളൂ സംഭവം. ഇനി ഞാൻ ലൈക്ക് കോമാളി എന്ന് പറഞ്ഞതിന് ലൈക്ക് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. കോമാളി വേഷത്തില് പിടി കയറ്റത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പറയണ്ട ബ്രോ, അങ്ങനെ പറയണ്ടല്ലോ. എന്തായാലും ബ്രോ പിടി വരുമ്പോഴത്തേക്ക് ഈ ഡ്രസ് മാറുമല്ലോ. ഓക്കെ, ബട്ട് അതായത് പിടിയുടെ ഇന്റർവ്യൂവിന് വരുമ്പോ ഒരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ മര്യാദക്ക് പറഞ്ഞോടാ. കോമാളി എന്ന് പറയണ്ടല്ലോ ബ്രോ, ഈ വേഷം പറ്റൂല. നിങ്ങൾക്ക് ഒരു ഫോർമൽ വേഷം ഇട്ട് നിങ്ങൾ നോർമൽ ആയിട്ട് ഒന്ന്. ഇതിന് മുമ്പേ ഞാൻ ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ ഇങ്ങനെ തന്നെ സാറേ പോയത്. അവരെന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിച്ചാണ് മറ്റേ വന്നിട്ട് പറഞ്ഞത് ഇന്ന പോലെ ഈ ഡ്രസ്സും ഈ വേഷം പറ്റൂല, നിങ്ങൾ ഫോർമൽ ആയിട്ടുള്ള ഇട്ടോണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഫോർമൽ ആയിട്ട് അങ്ങനെ നിങ്ങൾ പറയണ്ട. അല്ല മറ്റേ സർക്കസ് അല്ല, മറ്റേ കോമാളി ഉണ്ടാക്കുന്ന സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും സാറേ. അത്രേ ഉള്ളൂ. പറ്റി. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ലൈക്ക് എല്ലാവരുടെയും ബിഹേവിയർ സെയിം ആയിക്കൊള്ളുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു റീസൺ. പിന്നെ ഇത് ലൈക്ക് ഞാൻ പറഞ്ഞ കേട്ടയാണ് സാറിന്റെ അടുത്ത് ലൈക്ക് കോമാളി വേഷത്തിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിട്ടുള്ള കേസ്. സാറങ്ങനെ പക്ഷെ എനിക്ക് നല്ല വ്യക്തമായിട്ട് കേട്ടാണ് സാറേ. കറക്റ്റ് പ്രോപ്പർ ബോഡി ഷേമിങ് കണക്കാണ് സാറ് പറഞ്ഞത്. മറ്റേ എന്തോ വലിയ മറ്റേ തഗ് ആള് സംഭവം ഉദ്ദേശിച്ച ആള് തഗ് അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ അത് നടന്നില്ല. അതാണ് സംഭവം ആൾക്ക് പറ്റിപ്പോയത്. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ സാറേ ആള് തగ్గടിക്കാൻ നോക്കിയാണ്. അത് ഏറ്റു ചമ്മി മറ്റേ പുഴുത്തു പോയ ആള്. അതാണ് അവിടെ നടന്ന സംഭവം. ഇത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഇന്റർവ്യൂവിന് വരാൻ സാറിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു? ആപ്ലിക്കേഷൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ സാറേ. അതിപ്പം ഞാനും കേറി വന്നതാ. ഇപ്പൊ അങ്ങനെയും വന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച്. ചോദിക്കാൻ പറ്റത്തില്ല സാറേ. ഇവിടെ നടക്കുന്നത് മന്ത്ലി ഒരു ദിവസമാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഞാൻ പീഡി പോയിട്ട് അത്രയും ഓഫീസേഴ്സ് ഉണ്ടോ നോക്കിയപ്പോഴത്തേക്ക് അത്രയും ഓഫീസർ അവിടെ കിടക്കുന്നത്. മനസ്സിലായോ? ഒന്നും രണ്ടോ അത്രയും ഓഫീസർ. ഞാൻ വിളിച്ചാൽ അതിൽ DGP ആണ്. അപ്പൊ ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലായി ഇവര് നൈസായിട്ട് ഇത് ചെയ്ത് വിചാരിച്ച് അങ്ങനെ വന്നാണ് ഇപ്പൊ ഇത്രയും ഇത് നടന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും എന്താ പറയാ ശരിയാണെന്ന് പറയാൻ പറയത്തില്ല. ഇല്ല എന്റെ സൈഡ് ശരിയല്ല. എന്റെ സൈഡ് ശുദ്ധ പോക്കറ്റരം തോന്നിയാസമാണ്. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ സംസാരിച്ച രീതി നിങ്ങളുടെ രീതി പെർഫെക്റ്റ് അല്ല. എക്സ്പ്ലനേഷൻ പ്രോപ്പർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് സാറിന്റെ അടുത്ത് സംസാരിച്ച ഓഫീസറിന്റെ അടുത്ത് ഇങ്ങോട്ട് വിളിപ്പിക്കാം. വേണ്ട, എനിക്ക് ഒരുത്തന്റെ എക്സ്പ്ലനേഷൻ വേണ്ട. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഞാൻ എന്റെ കാര്യം എനിക്ക് പീഡിയുടെ സൈഡ് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അല്ലേ സാറേ, എന്റെ മനസ്സിൽ എത്ര ക്ലിയർ ആക്കത്തില്ല, ക്ലിയർ ആവൂല. ഇനി സാർ ഇനി എവിടെ എന്ത് തെളിവ് കൊണ്ടുവച്ചാലും എനിക്ക് ക്ലിയർ ആവൂല. അവൻ എന്നെ അങ്ങനെയാണ് പറഞ്ഞതെന്ന് തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. എന്റെ നിലപാട് ഉറച്ചാണ് സാറേ. മറ്റേ അപ്പൊ 2 മണിക്കൂർ ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. സാർ എന്ത് വെച്ചാൽ ശിക്ഷ തന്നു കേട്ടോ, എനിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളിവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ സാറ് 2 മണിക്കൂറല്ല, ഇനി ഇന്നത്തെ ദിവസം വേണമെങ്കിൽ മൊത്തം നമ്മളിവിടെ ഇരുത്തും. സാറ് വിചാരിച്ചോ? ഞാനിപ്പോ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഫ്ഐ അടിച്ച് ഞങ്ങൾ പോകും. പോയി കഴിഞ്ഞാൽ അതൊരു അന്തിമ പോക്കായിരിക്കും സാറേ. സാറേ നമ്മളിത് സാറേ കൊറേ ആയി സാറേ. നമ്മളിതൊക്കെ കുറെ കണ്ട. അല്ല സാറിപ്പോ ഈ 5 മണിക്കൂറൊക്കെ ഇടുവാണെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞ. അല്ല അരമണിക്കൂറൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ കഴിച്ചു കൂട്ടു സാറേ. അരമണിക്കൂർ വേണോ ദിവസം മൊത്തം ഇടണോന്നൊക്കെ ഞാൻ എന്നാ സാർ അങ്ങോട്ട് പെതുക്കെ തീരുമാനിക്കും. അതിനുള്ള പണിഷ്മെന്റ് ഞാൻ തരും. അത് സാറ് ഡിസൈഡ് ചെയ്യണ്ട. സാറിട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇടണോ വേണ്ടേ എപ്പോ ഇടണം എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും. കേട്ടോ സാർ. ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. പിന്നെന്താ. അതിനു മുമ്പേ സാറിന് തീരുമാനം എടുക്കുമ്പോ പറയണം. അതിനു മുമ്പേ ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുക്കും.
ആ സാർ എടുത്തോ സാർ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാറിന് ഇവിടെ ഓക്കെ ഓക്കെ ഫൈൻ സാർ, ഓക്കെ ഫൈൻ സാർ. ആ സാറേ സാറേ എന്നെ ഒന്ന് ഇറക്കി വിട്ടു. അരമണിക്കൂർ സമയം എന്താ സാറേ? അരമണിക്കൂർ സമയം എന്താ? അരമണിക്കൂർ പ്രസവിക്കുക നീ? അല്ല അല്ല, അരമണിക്കൂർ സമയം എന്താ? അല്ല എന്താണ് നീ പ്രസവിച്ചാണോ ദേ ഈ രണ്ട് പട്ടി നിൽക്കുന്നത്? നീ ഒരു അരമണിക്കൂർ മുമ്പേ പ്രസവിച്ചാണെന്നല്ലേ ഈ പുൽപ്പട്ടി നിൽക്കുന്നത്, താടി വെച്ച പുൽപ്പട്ടി നിൽക്കുന്നത്? എടാ അർണോൾഡ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് മറ്റേ ആനയുടെ വയറുണ്ടല്ലോടാ, പോയിട്ട് ആനയുടെ 5-ാം കാല് തൂങ്ങി കടിയടാ. അല്ലേ ഈ പുൽപ്പട്ടി ഉണ്ടല്ലോ, ഷിറ്റ്സു എവിടെ? ഷിറ്റ്സുവിന്റെ ഈ താടി വെച്ച പട്ടിയുടെ കൊട്ട കടിച്ചോണ്ടിരി നീയൊക്കെ, കേട്ടോടാ? പോടാവുന്ന്. ഓ സാറേ അത് വിഷയമായിരുന്നു കേട്ടോ സാറേ. സാറേ വിഷയമായിരുന്നു, ഉന്നം വിഷയമായിരുന്നു സാറേ. ആരാണ്? മറ്റേ പുൽപ്പട്ടി ഭാസ്കരനാണ് ഇട്ടത്. പുൽപ്പട്ടി ഭാസ്കരനാണ് ആ താടി വെച്ച പട്ടി. നീയാണോ സ്റ്റേജ് ചെയ്തത്? ഉന്നം വിഷയമായിരുന്നു. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞ നീ ഒരു പൊട്ടൻ തന്നെ. പൊട്ടൻ എപ്പോഴും പൊട്ടൻ തന്നെ. ആ സാറേ പറ. ഓക്കെ. അതുപോലെ നിങ്ങളുടെ പീഡിയർ സൈഡിൽ നിന്ന് പറ. എന്നെ പറഞ്ഞാൽ തിരിച്ചു പറ സാറേ. പീഡിയർ സൈഡിൽ നിന്ന് പറ. ഓക്കെ. ഓഫീസേഴ്സ് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇനി നോമർ. സാറേ ഇപ്പൊ പണിഷ്മെന്റ് ആയിട്ട് സാറിന് ഞാനൊരു കുറച്ച് സമയം ജയിലിൽ വിടുന്നുണ്ട്. ഓക്കെ സാർ. ഓക്കെ ഒരു ദിവസമായിരിക്കും. കുറച്ച് സമയം എത്രയാണോ എന്തോ. എന്താ ജയിൽ ടൈം കഴിഞ്ഞാ? ഇതെങ്ങോട്ടാ? എന്ത് വീണ്ടും ഡ്രാഗ് ചെയ്ത തന്നെ? ഇപ്പഴാന്ന് തോന്നുന്നത് ശരിക്കും ജയിലിൽ നിന്ന് ഇറങ്ങിയത് അല്ലേ? ഇപ്പഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഹലോ സ്നൈപ്പ് വരൂ ഇപ്പം. അളിയാ നീ കണ്ടായിരുന്നല്ലോ? ഇല്ല ഞാൻ കണ്ടില്ല ഒന്നും. അതിരിക്കുന്നത് സിറ്റിംഗ്. നീ വാ കേറ്. വെയിറ്റ് കമ്മിങ്. സ്നൈപ്പ് വരും. അവനോട് വന്നിട്ടാണ് ഉമ്മാർ അടിച്ചെന്ന് കീറാളിയാ അടിച്ചേ. എനിക്കൊന്ന് ജയിലിൽ കയറണം. എന്താ വഴി? ജയിലിന്റെ ഉള്ളിൽ കയറാൻ എന്താ വഴി? ജയിലിനുള്ളിൽ പീടിയുടെ ഉള്ളിൽ കയറണല്ലേ അളിയാ? അവന്മാരെ തൊലച്ചളിയാ. അവൻ മന്നെ സ്നൈപ്പ് വരണം ഇങ്ങോട്ട്. സ്നൈപ്പ് വരട്ടെ. ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്നൂടെ ഉള്ള. ഇല്ല ഞാൻ നമ്മള് തെറിയെന്ന് വിളിക്കായിരുന്നാളിയാ. തെറി വിളിക്കാ. എടാ ഒന്നും വേണ്ട. ഒരുത്തനെ ട്രിഗർ ആക്കാം അവിടെ. പുൽപ്പട്ടി ഭാസ്കരൻ താടി വെച്ചെടുത്തൻ. പുൽപ്പട്ടി ഭാസ്കരൻ ശിവനാണ് കൊറേ നേരം ഹെലികോപ്റ്റർ കിടന്ന് ഇറങ്ങണം. ഇത് സ്നൈപ്പാണ്. ഇല്ല എടാ ഇനി ആരാടാ ഹെലികോപ്റ്റർ? ഞാൻ വിചാരിച്ച എന്നെ ഞാൻ വിചാരിച്ചല്ലേ നീ ആണെങ്കി മാസൊക്കെ ആയിട്ട് ഹെലികോപ്റ്റർ പിക്കാൻ. ഇവിടെ ഒരു വണ്ടി കിട്ടിയത് എങ്ങനെയാന്ന് പറയാ? അഡ്മിനെ വായിൽ വരെ ഇട്ട് കൊടുത്തൊരു വണ്ടി. പോലീസല്ലേ? പോലീസിന്റെ വണ്ടിയൊക്കെ നോക്കണേ. ഇവിടെ പോലീസിന് വേണ്ടി മെക്ലാറൻ ലംബോ ഒക്കെയാണ്. ഇവിടെ ബില്ല് പോരും കേട്ടോ. കണ്ണാപ്പി വെയിറ്റ് കമ്മിങ്. ഓക്കെ അളിയാ നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ തോക്കെടുക്കുന്നു, അവന്മാരെ പോയി അടിക്കുന്നു.